അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നും നിങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽപ്പാൻ സർവകൃപാലുവായ ദൈവം സഹായിച്ചുവല്ലോ. വേഗം വരുന്ന കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നതിനെ വാച്ച് ചെയ്യുന്ന നമ്മുടെ കൃപ ചാനലിനെ വാച്ച് ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി വന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളെല്ലാവന്ന് ഷെയർ ചെയ്യണമെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്കത് അനുഗ്രഹമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്ത് ഞാൻ നമ്പർ ഇടാറുണ്ട്. പ്രാർത്ഥിക്കാനൊക്കെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഏതാനും മിനിറ്റുകളായി ഇതിനകത്ത് നമ്മൾ വചനം പറയുമ്പോൾ അതിൻ്റെതായ ലിമിറ്റുകളുണ്ട്. എന്നാൽ ആ ദൈവശബ്ദത്തിൻ്റെ കാതലായ ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാനും അതിലേക്ക് ഇറങ്ങി നിൽക്കുവാനും നിങ്ങൾ തയ്യാറായാൽ വലിയ ദൈവപ്രവൃത്തി എന്നോട് കേൾപ്പിക്കുന്ന ദൈവശബ്ദം മാത്രമാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം. എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ ആരാമ്യനായ ലാബാന്റെ അടുക്കൽ വന്ന് അവനോട്, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചു. നമുക്കറിയാം, യാക്കോബിൻ്റെ അമ്മായിയപ്പനാണ് ലാബാനോട് ദൈവത്തിൻ്റെ ആത്മാവ് രാത്രിയിൽ സംസാരിക്കുക, ഗുണമെങ്കിലും ദോഷമെങ്കിലും അവനോട് സംസാരിക്കരുത്, അവനോട് പറയാതിരിപ്പാൻ സൂക്ഷിക്കണമെന്നൊരു വാണിംഗ് കൊടുക്കുക, സൂക്ഷിക്കണമെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ശക്തമായി പറയുന്നു. ചിലരെ നോക്കി ആത്മാവിൽ പ്രവചിക്കുന്നു. നിങ്ങളോട് ദൈവാത്മാവ് ഇടപെടുന്നു. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ലാഭാന്യ ശക്തി ഒരുപക്ഷെ നിന്നെ തകർക്കുവാൻ, നിന്നെ മുടിക്കുവാൻ നിന്റെ പിറകെ പിന്തുടർന്നു വരികയാണെപ്പോലും പരിശുദ്ധാത്മാവ് പറഞ്ഞു, സ്വപ്നത്തിൽ അതെ ലാബാന്റെ അടുക്കൽ വന്ന് ദൈവം സംസാരിച്ചതുപോലെ യാക്കോബിനോട് സംസാരിക്കുക, യാക്കോബിനെ തുടരുത്, അവനെ തുടരുത് എന്ന്, ദോഷം വരുത്തത് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിക്കണമെന്ന് കൽപ്പിച്ചതുപോലെ ഇന്ന് ഈ സമയം എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിനക്കെതിരെ എഴുന്നേൽക്കുന്ന സകല വാഗ്വാദങ്ങളും, സകല നെഗറ്റീവായ കമൻറ്റുകളും, സകല നെഗറ്റീവായ എല്ലാ പ്രവർത്തനങ്ങളും ആത്മാവിൽ ഈ സമയം ക്യാൻസൽ ചെയ്യുകയോ, റിമന ഹതുര രകൾ കണക അപ്പൻ്റെ ഇഷ്ടമനുസരിച്ച്, അപ്പൻ്റെ ശബ്ദമനുസരിച്ച് ലാബാന്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന യാക്കോവിനെ നമുക്ക് കാണാൻ കഴിയുന്നു. ലാബാന്റെ ഭവനത്തിലേക്ക് യാക്കോവ് കടന്നു വരുമ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ദൂതന്മാർ, യാക്കോവ് കിടന്ന ഇടത്തു ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സന്ദർശനം. ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങിയിട്ട് പറയുക, യാക്കോവ് നീ കിടക്കുന്ന ഇടം നിനക്കും നിന്റെ സന്തതിക്കും തരും. ഏമേൻ. വാക്കാൽ ഈ ലോക അപ്പൻ വാക്കാൽ അനുഗ്രഹം കൊടുത്ത യാക്കോവ് അപ്പൻ്റെ ആഗ്രഹവും അപ്പൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിപ്പുറപ്പെട്ട തൻ്റെ ഭാര്യയെ സ്വീകരിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട യാക്കോവിൻ്റെ ജീവിതത്തിൽ താൻ ഒറ്റപ്പെട്ട സമയത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നോട് കൂടെയുണ്ട്. ഇതിനകത്ത് ഈ സമയം ഞാനൊരു ദൂത് പറയാം. ദൈവശബ്ദം കേട്ടിട്ട് ഈ ലോക പിതാക്കന്മാർ പറയുന്ന അനുസരിച്ച് യാത്ര ചെയ്താൽ ദൈവം നിന്നെ കൈവിടാത്തൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം, നിന്നെ ഉപേക്ഷിക്കാത്തൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം, അപ്പൻ്റെ അമ്മയുടെ ആഗ്രഹം അനുസരിച്ചാണ് നീ യാത്ര ചെയ്യുന്നത്. ഒരു കാര്യം ദൈവാത്മാവ് നിന്റെ യാത്രയിൽ, നിന്റെ യാത്രമധ്യേ നീ ഒറ്റപ്പെടത്തില്ല. നിന്റെ യാത്രമധ്യേ ദൈവത്തിൻ്റെ ദൂതന്മാർ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് യാക്കോബിനോട് സംസാരിച്ചതുപോലെ, യാക്കോബിന് ഇടപെട്ടതുപോലെ. തലകണ കല്ല് കിട്ടിയത് കേട്ടോ, കല്ലിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു തലകണയായി ആ കല്ലിനെ അവൻ അവിടെ തലകണയായി വെച്ച് ഉറങ്ങുവാൻ റെഡിയായതുപോലെ, ഏത് സാഹചര്യത്തിനകത്ത് ദൈവശബ്ദം കേട്ടിറങ്ങി പുറപ്പെടുന്നവനാണെങ്കിൽ ഏതോ സാഹചര്യത്തിൽ നിനക്ക് ഉറങ്ങാൻ കഴിയുമെന്ന് ഉറക്കമില്ലാത്തവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. ഈ സമയം നിങ്ങളുടെ മേൽ ഒരു ദൈവ സാന്നിധ്യം പകരും. സ്വസ്ഥത കെടുത്തുന്ന, സമാധാനം കെടുത്തുന്ന, ഓടിയിട്ട് എങ്ങും എത്താൻ കഴിയാത്ത യാക്കോബിനെ പോലെ യാക്കോബ് അവൻ്റെ ഭാര്യയെ സ്വീകരിക്കാൻ കടന്നു ചെല്ലുമ്പോൾ ഈ ലാബാൻ എന്തു ഭാര്യയെ മാറ്റി. ഞാനിങ്ങനെ പറയുന്നു, അവനെ ആഗ്രഹിച്ചതിനെ അവൻ പ്രാപിക്കുവാനിടയായി. 7 വർഷവും കൂടെ എക്സ്ട്രാ നിന്ന്
അവൻ പ്രാപിക്കേണ്ട നന്മകൾ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു മടങ്ങുവാനിടയായി. ദൈവാത്മാവ് 10 പ്രാവശ്യം ലാബാൻ തൻ്റെ അനുഗ്രഹത്തെ തട്ടിമാറ്റുമ്പോഴും 10ാമത്തെ പ്രാവശ്യം വിട്ടുകൊടുക്കാതെ അനുഗ്രഹത്തെ തിരിച്ചു പിടിക്കുവാൻ യാക്കോബിനെ ദൈവം സഹായിച്ചെങ്കിൽ ഇന്ന് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എത്ര പ്രാവശ്യം 8 ആകട്ടെ 10 ആകട്ടെ എത്ര പ്രാവശ്യം നിന്റെ അനുഗ്രഹത്തെ തട്ടിമാറ്റാൻ നോക്കിയാലും ദൈവാത്മാവ് ശക്തമായി പ്രവചിക്കുന്നു. നിന്റെ മേൽ ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ മേൽ ഒരു അനുഗ്രഹത്തെ കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ വിട്ട് പോകത്തില്ല. അത് നിന്റെ അടുക്കൽ തന്നെ വന്നു ചേരും. അത് നീ അനുഗ്രഹം പ്രാപിക്കും. നോക്കിക്കേ, ദൈവാത്മാവ് പറഞ്ഞു യാക്കോബ് അനുഗ്രഹം പ്രാപിച്ചു എന്ന് ലാബാന്റെ മക്കൾ അറിഞ്ഞപ്പോൾ തൻ്റെ പിതാവിനോട് തട്ടി മേടിച്ചതാണെന്ന് പറയുന്ന ഒരു സംഭവം കൂടെ കാണുന്നുണ്ട്. ദൈവാത്മാവ് പറയുന്നു, ദൈവം അനുഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, അപവാദങ്ങൾ കേൾക്കാം, നിനക്കെതിരെ എഴുന്നേൽക്കാം, സഹോദരങ്ങൾ നിനക്കെതിരെ എഴുന്നേൽക്കാം. പക്ഷേ ദൈവാത്മാവ് പറയുന്നു നിന്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. അതുകൊണ്ട് യാക്കോബ് തനിക്കുള്ളതിനെ എല്ലാം കൂട്ടിക്കൊണ്ട് യാത്ര വെച്ച് തിരിച്ചു വരുമ്പോൾ അപ്പൻ്റെ ഭവനത്തിലേക്ക് എന്നെ മടക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞ വാഗ്ദത്തത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കരുതു യാക്കോബ് ലാബാൻ പുറകെ പിന്തുടരുകയാണ്. ലാബാൻ പുറകെ പിന്തുടരുമ്പോഴും ലാബാനോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു, യാക്കോബിനെ തുടരുത്, യാക്കോബിന് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യരുത്. ഇന്ന് ഈ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് ആത്മാവി പ്രവചിക്കുന്നു, നിനക്ക് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതെ ദൈവാത്മാവ് ചിലതിനെ തടുക്കാൻ പോകുകയാന്ന്, ചിലതിനെ തടുത്തു വയ്ക്കാൻ പോകുകയെന്ന് ആത്മാവ് പറയുന്നു. അങ്ങനെയെങ്കിൽ ആത്മാവി പ്രാർത്ഥിച്ച് ഗുണമോ ദോഷമോ ചെയ്യരുതെന്ന് വാണിക്കൊടുത്തതുപോലെ ഈ സമയം നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തില്, നിങ്ങളുടെ കുടുംബ ജീവിതത്തില്, സഭയ്ക്കകത്ത്, സമൂഹത്തിനകത്ത് ഗുണമാകട്ടെ ദോഷമാകട്ടെ ചെയ്യുവാൻ കഴിയാതെ വണ്ണം ചിലതിനെ കർത്താവ് അടയ്ക്കട്ടെ. സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തെ ഓർത്ത് സ്തോത്രം. ജനത്തിന്റെ മേൽ ഈ വചനത്തെ അങ്ങനെ തന്നെ കൈമാറുന്നു. വലിയ ദൈവപ്രവൃത്തി കൊണ്ട് നിറയ്ക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.